സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 66/26. ആദ്യത്തെ ചോദ്യം, 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? EP രാജഗോപാൽ. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ അവാർഡ്. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുമുള്ള വ്യക്തിയാണ്? ഒഡീഷ. ലോഹങ്ങളുടെ രാജാവ്? സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ബംഗളൂരു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? രാമവർമ്മ ശക്തൻ തമ്പുരാൻ. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരു. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാത? ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല? ദിഗ്ബോയ്. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ധാർവാർ ശിലകൾ. ഇന്ത്യയിലെ വാതോർജ നിലയം? ലംബ. ഹിമാലയത്തിലെ ലവണ ജല തടാകം? രാകാസ്. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? മിസോറം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത? സൻഗാന്തൻ പാത. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? വൂളാർ. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്? അമാൻ സേതു. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവന തെറ്റായിട്ടുള്ളത്. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരായിരുന്നു, ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു എന്നിവ. ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത്? ക്യാപ്റ്റൻ ലക്ഷ്മി. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? തന്നിരിക്കുന്നു. ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേക്കി. പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു. നാട്ടുരാജാക്കന്മാരുടെ കൂട്ടായ്മ നിലവിൽ വന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? സി രാജഗോപാലാചാരി. ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപകൻ, ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെട്ടത് ആര്? അരുണ ആസഫ് അലി. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1ാം സ്വാതന്ത്ര്യ സമരം.
സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? റാഫി അഹമ്മദ് കിത്വായ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്ത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2, 3 എന്നിവ. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കൽ, രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കൽ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ബടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 3, സിറ്റിസൺ ഫോർ ഡെമോക്രസി. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം? ഓപ്ഷൻ സി 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബി ഹരി നായർ. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3, മൗലിക കർത്തവ്യങ്ങൾ. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ആലുവയിലാണ്. ചൂഷണത്തിൽ നിന്നും മോചനം നേടുവാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2, 4 എന്നിവ. 2, 4. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തെരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായത്. ഓപ്ഷൻ സി 3-ാമത്തെയും 4-ാമത്തെയും പ്രസ്താവനകൾ തെറ്റാണ്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ശരിയാണ്. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുന്നു എന്നിവ ശരിയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 4 എന്നിവ. 1, 2, 4. തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെ? JC ഡാനിയേൽ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. 5 വണ്ണം എന്നാൽ എന്ത്? വാണിജ്യ സംഘം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തെന്മല. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? എറണാകുളം. പ്രാചീന തുറമുഖമായ മുസിരീസ് ഇതിൽ ഏത് സ്ഥലമാണ്? കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായിട്ട് മാറിയത് ഡിലനോയ്. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധം ഇല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2 എന്നിവയാണ് ബന്ധമില്ലാത്തത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം.
ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 4, 3, 1. കുണ്ടറ വിളംബരം, കുറിച്യ കലാപം, പൂക്കോട്ടൂർ കലാപം, മൊറാഴ സമരം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ സി ആണ് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി ആണ് 2, 4 എന്നിവ. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആര്? അയ്യങ്കാളി. ആഴമേറും നിൻ മഹസാ മാഴിയിൽ ഞങ്ങളാകവേ വാഴണം. വാഴണം നിത്യം വാഴണം, വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ദൈവദശകം. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത്? മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് 1, 3 എന്നിവ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, വയനാട് കൈയടക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? ഭാഗ്യലക്ഷ്മി പയറാണ്, പയർ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും ശരിയാണ് എന്നതാണ്. കട്ടികൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. മനുഷ്യ ശരീരത്തിൽ കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്, വിറ്റാമിൻ ഡി. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സാ രീതിയാണ്? ക്ഷയം. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ്. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലേൽ പൊക്കുടൻ. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മെലാട്ടോണിൻ. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ലൈക്കനുകൾ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി എ ശരിയാണ്, 6 തെറ്റാണ്. പ്രസ്താവന: മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട് എന്നത് ശരിയാണ്. ഇവിടെ കാരണം പറഞ്ഞിരിക്കുന്നു. ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുക്കത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇത് തെറ്റാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? 2000 ഹെർട്സ്. കാർബൺ 12, 13, 14 എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 12 ആണ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലാത്ത മൂലകം സിലിക്കൺ. കലാമിന് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. പവറിന്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി 746 വാട്ടാണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം റേഡിയം.
വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. ഇനി വരുന്നത് മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 82 ഓപ്ഷൻ ബി. 83ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 84 ഓപ്ഷൻ ബി. 85 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 86ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 87ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 88 ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 89 ഓപ്ഷൻ സി. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 91 ഉത്തരം ഓപ്ഷൻ സി. 92 ഉത്തരം ഓപ്ഷൻ ബി. 93ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. 94 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 95 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 96ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 97 ഓപ്ഷൻ ബി. 98ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ സി. അവസാനത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.